And thank you for giving my family, teachers, and friends. Hold my hand and lead the way to God. നമ്മൾ 8 മണിക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ജോയിൻ ആവുന്നേ. ഓക്കെ. ശരണ്യ എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ ഞാൻ പ്രേയർ ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അതിൽ നിന്ന് മിസ്സായിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയിരുന്നോ? കണ്ടില്ല? എല്ലാം ഓക്കെയാണ് മാം. എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു ഫോൺ നമ്പറും കിട്ടിയില്ലേ? കിട്ടി മാം. മാം സോ ഇന്നലെ നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല, ലൈക്ക് റോൾ പ്ലേയും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങും. എല്ലാവരുടെയും ഒന്നും ചെയ്യാൻ സമയമില്ല, നമുക്ക് രണ്ട് പേരുടെ. പിന്നെ ഞാൻ ആ ആക്ടിവിറ്റിയുടെ A to Z പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കുറേശ്ശെ ഇപ്പൊ M വരെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. കുറച്ചായിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയൂ. അത് നമുക്ക് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ മാം. ഓക്കെ മാം. Okay, anyone ready for action soon? റോൾ പ്ലേ ചെയ്യാം മാം. Yes, sure. സ്റ്റാർട്ട് ചെയ്തോട്ടെ മാം? Yes. Good evening all. My character is Nayana, a doctor, Ashok father. One day Ashok come back home after his duty. Daughter came to me happy and she thought her dad did something to her special. Nayana said, "You couldn't give me anything today, father. No, to complete work. So the shops are open. Tomorrow I'll give something special." Nayana, okay, dad. Then he searched her dad's pockets and found nothing else. Bag, nothing else. So that's one of the packet. She picked it outside. This packet is the pocket of a hat. She was very angry and so sadly. She cut the packet out it like in a bowl. Her dad saw that. Ashok, "Hey dear, what are you doing?" Naina, what is that it is? You couldn't forget you purchased it, right? Then I will eat it. Ashok, no my dear, I was so sorry. I will never eat it again. Naina, even you eat, I must eat it and I will pass away. Ashok, yes, I promise. I will never eat like that. You are my buddy. Naina, I love you, daddy. Father and daughter, right? ഇത് എന്റെ നൈബർ എന്നോട് പറഞ്ഞ ഇൻസിഡന്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. എന്നാള് ഒരു ആക്സിഡന്റിലായിട്ട് അവിടെ ഉണ്ടായ പണ്ടത്തെ കാര്യം പറഞ്ഞു. അപ്പോ അത് ഇൻസിഡന്റ് ആക്കി ഞാൻ. ഇതൊന്ന് ചോദിച്ചോട്ടെ, 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത ഹെൽത്തിനെ കുറിച്ചുള്ള 2 ആക്ടിവിറ്റി അതിന് ചെന്നപ്പോ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവര് ഓൾറെഡി കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു. ഹെൽത്ത് നന്നായിരിക്കണമെങ്കിൽ നമ്മള് ക്ലാസ്സിൽ എടുത്ത പോലെ കാര്യങ്ങളും 10 പോയിന്റ്സിന് മേലെ കിട്ടി. 10 പോയിന്റ്സ് നല്ല കിട്ടി മേലെ അവര് പറഞ്ഞു. കുറെ കാര്യങ്ങൾ നമ്മൾ പറയാത്ത കുറെ കാര്യങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ അവര് പറഞ്ഞു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്തു.
അതിൽ നമ്മൾ ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമായിരുന്നു അല്ലെ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടിയോ? വായിച്ചു മാം. നമ്മളിപ്പോ ഇന്ന് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും പ്രോട്ടീൻസിനെ കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ അല്ലെ. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് വാട്ട് യു തിങ്ക് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ്? എന്താണത്? ഏത് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്? അതിന്റെ ഡെഫിഷ്യൻസി എന്താണ്? അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെന്നെങ്കിലും വായിക്കേണ്ടായോ? ഹാൻഡ് റൈസ് ചെയ്ത് കുറച്ച് പേരൊക്കെ എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളൂ. ലിൻഡയുടെ ഹാൻഡ് റൈസ് കാണുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയാനാണോ? ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോ അങ്ങനെ എവിടെന്നെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ഇപ്പൊ എക്സ്ട്രാ നോട്ട്സ് ആഡ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞതില് ഈ വായിക്കുമ്പോൾ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതെല്ലാം ഫുഡ് ഐറ്റംസിൽ അതുണ്ട്, അതിന്റെ ഡെഫിഷ്യൻസി മൂലം എന്തൊക്കെ സംഭവിക്കാം, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്, കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ചെയ്യുന്നു, അവർ നമ്മളെ ഏതൊക്കെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു, ആ രീതിയിലായിരിക്കണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റംസ്. ഇതെല്ലാം കണ്ടുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോന്ന് സിമ്പിൾ ആയിട്ട് അതിനെ വിളിക്കും. കാർബ്സ്, കാർബോ അല്ല കാർബ്സ്, CARBS, കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ കാർബ്സ്. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ വളരെ കാഷ്വലി യൂസ് ചെയ്യുന്ന കേൾക്കാറുണ്ട് കാർബ്സ് എന്നുള്ള രീതിയിൽ. ബയോമോളിക്യൂൾ ആണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും. കാർബോഹൈഡ്രേറ്റ് ശരിക്കും ഷുഗർ മോളിക്യൂൾസ് ആണ്. ഷുഗർ മോളിക്യൂൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലും അതുപോലെ തന്നെ ഡ്രിങ്ക്സിലും ഇത് കാണാം. പല ഡ്രിങ്ക്സിലും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിലും കാർബോഹൈഡ്രേറ്റ്സ് കാണാറുണ്ട്. ചില ഫ്രൂട്ട്സിന്റെ ജ്യൂസ്, നല്ല മധുരമുള്ള ഫ്രൂട്ട്സിന്റെ ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഷുഗർ പാർട്ടിക്കിൾ അതിൽ കാണും. നമ്മൾ ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിൽ പോലും അതിലെ മധുരം എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂൾസ് തന്നെയാണ്. നമ്മളുടെ ബോഡി, ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക് കാർബോഹൈഡ്രേറ്റ്സ് ചെല്ലും. ഈ കാർബോഹൈഡ്രേറ്റ്സ് ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ ബോഡി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസ് ആണ്. നമ്മുടെ ബോഡി, അതുപോലെ തന്നെ ബോഡി സെൽസ്, ടിഷ്യൂസ്, പല ഓർഗൻസിനും ആവശ്യമായിട്ടുള്ള എനർജി. സ്ലിൻഡ എന്തെങ്കിലും പറയാനുണ്ടോ? റിജു കുഴപ്പമില്ല, നമ്മളുടെ ടോപ്പിക്കിലേക്ക് വന്നിട്ടില്ല. ആ സ്ക്രീൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതൊരു എനർജി സോഴ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് കാർബോഹൈഡ്രേറ്റ്സ് കുറയുമ്പോഴാണ്, കേട്ടിട്ടില്ലേ ഷുഗർ കുറഞ്ഞ ആൾക്കാർ ക്ഷീണിച്ച് കുഴഞ്ഞു വീണു എന്നൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു ലെവലില് ഗ്ലൂക്കോസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഗ്ലൂക്കോസ് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കണം. ഷുഗർ വല്ലാതെ താഴുമ്പോൾ നമ്മൾ മിഠായി നുണഞ്ഞ് കഴിക്കുന്നതിന് നല്ലത് പെട്ടെന്ന് ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പഞ്ചസാര എടുത്ത് കഴിക്കാൻ പറയും. കാരണം മിഠായി അലിഞ്ഞിറങ്ങി ചെല്ലുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അപ്പൊ ഇങ്ങനെ പറയുന്ന കേൾക്കാം. അപ്പൊ എനർജി ഡൗൺ ആവുന്നത് ഈ ഷുഗർ ലെവല് താഴുമ്പോഴാണ്. ആക്ട് ആസ് ആൻ എനർജി സോഴ്സ്, ഹെൽപ്പ് കൺട്രോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ മെറ്റബോൾസ്. എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ് അല്ലെ. നമ്മുടെ ബോഡിയിലെ ഷുഗർ ലെവല്, ഗ്ലൂക്കോസ് ലെവല് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ നടക്കാത്തപ്പോഴും ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥ, ആ ഹോർമോണിന്റെ പ്രസൻസ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഡയബറ്റിക് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിലേക്ക് പോകുന്നത്. അതൊരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോർമോണിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത കൊണ്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലും നമ്മുടെ ബ്ലഡിലും ഒക്കെ ഷുഗർ ഉണ്ട്. ഈ ഷുഗർ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യുന്നത് ഇൻസുലിൻ ഹോർമോൺ വെച്ചിട്ടാണ്. ആ ഇൻസുലിൻ ഹോർമോൺ ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഷുഗർ ബാലൻസിങ് കറക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പോഴാണ് ഡയബറ്റിക് എന്ന കണ്ടീഷനിലേക്ക് ആളുകൾ പോകുന്നത്.
അത്ര നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എനർജി സോഴ്സ് ആണ്. അത് ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലൂടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകുന്നു. ഈ ഗ്ലൂക്കോസ് സ്റ്റോർഡ് ആയിട്ട് ഇരിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പൊ നമുക്ക് എപ്പോഴാണോ എനർജി ആവശ്യം അപ്പോൾ ഈ ഗ്ലൂക്കോസ് ബോഡിയിൽ നിന്ന് എടുക്കും. അപ്പൊ ഈ ഗ്ലൂക്കോസിന്റെ ലെവല് താഴുമ്പോഴാണ് നമ്മൾ വളരെ ക്ഷീണിച്ച് എനർജി ലെവൽ കുറയുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് കിട്ടുന്ന രീതിയിൽ ഇൻടേക്ക് ഓട്ടമൊക്കെ നടത്തുമ്പോൾ കുട്ടികൾക്ക് ഗ്ലൂക്കോസിന്റെ പൊടി കൊടുക്കുമല്ലോ, ഓരോരുത്തരെയും ഓടി ക്ഷീണിക്കുമ്പോൾ. കാരണം എനർജി അവിടെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും എന്താ പറയാ ഭയങ്കര ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ബോഡി വല്ലാതെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് ആണ് യൂസ് ചെയ്യപ്പെടുന്നത്, എനർജി സോഴ്സ് ആണ്. ഈ ഗ്ലൂക്കോസ് ശരിക്കും പറഞ്ഞാൽ 2 ഫോമിലാണ് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഫുഡിലൂടെ കിട്ടുന്നത്. പ്ലാന്റ് ഫുഡ്സിൽ ഗ്ലൂക്കോസ്, പ്ലാന്റ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്, വീറ്റ് ഒക്കെ വരും. അതൊക്കെ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ഫുഡ് ഐറ്റംസ് അല്ലേ. മെയിൻലി ഫൗണ്ട് ഇൻ പ്ലാന്റ് ഫുഡ്സ്. പ്ലാന്റ് ഫുഡ്സിൽ ഗ്ലൂക്കോസ് എന്നുള്ള ഫോമിലും ഡയറി പ്രോഡക്ട്സിൽ ലാക്ടോസ് എന്നുള്ള ഫോമിലുമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് മിൽക്ക് അല്ലെങ്കിൽ മിൽക്കിന്റെ ബാക്കി പ്രോഡക്ട്സ് അതിലെല്ലാം ലാക്ടോസ്, അതുകൊണ്ടാണ് ആ ബേബി പ്രോഡക്റ്റിന് ലാക്ടോജൻ എന്നൊക്കെ പേര് കൊടുക്കുന്നത്. സോ ഡയറി പ്രോഡക്ട്സിൽ ലാക്ടോസ് ആയിട്ടും പ്ലാന്റ് ഫുഡ്സിൽ ഗ്ലൂക്കോസ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രൈമറി എനർജി സോഴ്സ് ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ റെഗുലേറ്റ് ചെയ്യുന്നു, ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷൻസ്. പിന്നെ പ്രോട്ടീൻ മോളിക്യൂൾസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായുള്ള പ്രോട്ടീൻ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ബോഡിക്കകത്ത് പ്രോട്ടീൻസ് അല്ലാതെയും ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് നമ്മുടെ ഭക്ഷണത്തിലൂടെ എടുക്കുന്നുണ്ട്. സോ ഈ പ്രോട്ടീൻ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി, കാർബോഹൈഡ്രേറ്റ്സിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്, ഡെഫിഷ്യൻസിയെക്കാളും നമുക്കുണ്ടാകുന്ന ചേഞ്ചസ്, ഫാറ്റിക് എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. കാർബ് കുറയുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, വീക്ക്നെസ്, വല്ലാതെ ടയേർഡായി പോവും. നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് ശരിയായി നടക്കില്ല, മെമ്മറി ലോസ്, മെമ്മറിക്കൊക്കെ പ്രശ്നങ്ങൾ വരും. അതായത് കറക്റ്റ് അളവില് കുട്ടികൾക്ക് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് കറക്റ്റ് അളവിൽ ചെന്നില്ലെങ്കിൽ ഇവർക്ക് ഹിമ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹിമ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സോറി മാം. കുഞ്ഞ് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയണം. ഓക്കെ, അപ്പൊ ബ്രെയിൻ ഇഷ്യൂ വരും, ബ്രെയിൻ ഫോഗ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ബ്രെയിനിൽ ഒരു മൂടൽമഞ്ഞ് പോലെയുള്ള അവസ്ഥ, ഒരു മന്ദത, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. മെമ്മറി പ്രോബ്ലംസ് ഒക്കെ വരും, കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പൊ കുട്ടികളിൽ പലപ്പോഴും പഠന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് മെമ്മറിയുടെ കോൺസെൻട്രേഷൻ, മെമ്മറി പ്രോബ്ലംസ്, ആകെ കൺഫ്യൂഷൻ. കാരണം എല്ലാവരും ഇന്ന് ഫോഴ്സ് ചെയ്യാണ് അവരോട് പഠിക്കാൻ, പക്ഷെ അവർക്ക് ഈ ഒരു ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തതും പഠിച്ചത് മറന്നു പോകുന്നതും. എല്ലാം പഠിച്ചു പക്ഷെ എക്സാമിന് പോയിരിക്കുമ്പോൾ അതൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള മെന്റൽ കൺഫ്യൂഷൻ എല്ലാം വരുന്നത് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. പിന്നെ ഹെഡേക്സ്, ഹെഡേക്ക് വരുന്നത് നമ്മൾ ഇനഫ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്തില്ലെങ്കിൽ ഹെഡേക്സ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വല്ലാത്തൊരു ലോ കാർബോഹൈഡ്രേറ്റ്സ്, നമുക്ക് എനർജി ലോസ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ ആണ്, അപ്പൊ ഒരു ഇറിറ്റബിലിറ്റി. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ശരിയായ രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഫുഡിൽ ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ വരാം, ഡൈജഷൻ പ്രോപ്പർ ആവില്ല. അങ്ങനെ വെയിറ്റ് ലോസ് അതൊരു കേസാണ്. പിന്നെ അതുപോലെ തന്നെ ബാഡ് ബ്രെത്ത്, മനസ്സിലായില്ലേ, വായനാറ്റം, പിന്നെ വോമിറ്റ് ചെയ്യാൻ തോന്നുക, നോസിയ, വോമിറ്റ് ചെയ്യാൻ തോന്നുക, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ളതാണ്. വീക്ക്നെസ്, ബ്രെയിൻ ഫോഗ്, അതായത് ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് കോൺസെൻട്രേഷൻ, മെമ്മറി പ്രോബ്ലം, മെന്റൽ കൺഫ്യൂഷൻ. പിന്നെ വെയിറ്റ് ലോസ്, കീറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ബ്രെത്ത്, നോസിയ, വോമിറ്റ് ചെയ്യാൻ വരിക, ഇതൊക്കെ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും എന്താ വായിച്ചു നോക്കിയോ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഇല്ലേ?
അത് ഞാൻ എവിടെയോ വായിച്ച പോലെ ഓർക്കുന്നു. ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ഫുഡില് കാർബോഹൈഡ്രേറ്റ്സ് അതുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ഹെൽത്തിയിലും അൺഹെൽത്തി. അൺഹെൽത്തി എന്നാൽ ജങ്ക് ഫുഡ്സ് അതിലൊക്കെ വരാം കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രസൻസ്. ലൈക്ക് ചില മീറ്റ് അത് ചില നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാതെ ഫുഡ്, അതായത് ഈ സാധനം എന്താ പേര്, മയോണൈസ്. മയോണൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ആവാത്തൊരു സാധനമാണ് അത്. ശരിക്കും പലപ്പോഴും ആ ഒരു അൽഫാം ബാർബിക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു ചിക്കന്റെ കൂടെയല്ല അത് കിട്ടുന്നേ. ആ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ കുക്കായതായിരിക്കാം, പക്ഷെ ഇതിന്റെ കൂടെയുള്ള മയോണൈസ് ആണ് പലപ്പോഴും വില്ലൻ. പലപ്പോഴും കുട്ടികൾക്ക് വോമിറ്റിംഗ്, സ്റ്റൊമക്ക് അപ്സെറ്റ്, ആ ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത് ഇത് അത്രയും നേരം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഇരിക്കുക, കുക്കാവാത്ത സാധനമാണല്ലോ. അപ്പൊ ഇത് നല്ലപോലെ ഇൻടേക്ക് ചെയ്യും കുട്ടികളൊക്കെ. കാരണം ഈ ചിക്കൻ അതിനകത്ത് മുക്കി കഴിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അത് കുക്കാവാത്ത സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആ ഇൻസ്റ്റന്റ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ തന്നെ അത് യൂസ് ചെയ്ത് ഇത്രയും പ്രോബ്ലം വരില്ല. പക്ഷെ ഇത് ഇരുന്ന് കുറെ സമയമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് എന്താ പറയാ, അതിനകത്ത് ജേംസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബാക്ടീരിയലോ വൈറലോ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഫുഡ് പോയ്സൺ ഉണ്ടാകുന്നത്. അല്ലാതെ ചിക്കന്റെ ഇഷ്യൂ അല്ല ശരിക്കും വരുന്നത്. പിന്നെ ഷവർമ അങ്ങനെ പോലുള്ള സാധനങ്ങളൊക്കെ അതിനകത്തൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ടാകും, പക്ഷെ അൺഹെൽത്തി ആയിരിക്കും. പിന്നെ ചില പ്രോസസ്ഡ് ഫുഡ്സ് ചിലത് അത് പറയുമ്പോൾ ഫോറിനേഴ്സ് ഒക്കെ കുറെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവരാണ്. പക്ഷെ നമ്മളുടെ ഇവിടെ ശരിയായ രീതിയിൽ പ്രോസസ്സിങ് നടക്കാത്തതാണോ എന്തോ പലപ്പോഴും ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോഴും ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഇൻഫെക്ഷൻ വരുന്നതായിട്ട്. പിന്നെ ഫുഡ് കൂടുതൽ കഴിച്ചാലും അത് പ്രോബ്ലം ആണോ? കാർബോഹൈഡ്രേറ്റ്സ് ആണോ? കുട്ടികളുടെ കാര്യത്തിൽ വലിയ പ്രോബ്ലം വരില്ല. പക്ഷെ നമ്മൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാർബോഹൈഡ്രേറ്റിന് വേണ്ടി ഫൈബേഴ്സ് അടങ്ങിയ ഫുഡ് തന്നെ നമ്മൾ, നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ 40+ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ. നിങ്ങൾക്കും വലിയ പ്രോബ്ലം ഒരു 40+ ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഫൈബേഴ്സ് കൂടുതലുള്ളത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഡൈജഷൻ, പിന്നെ ഷുഗർ ലെവല് ചിലപ്പോൾ കൺട്രോൾ ആവാതെ വരാം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് എടുക്കുന്നു. അപ്പൊ മോസ്റ്റ് പ്രോബ്ലി ഡയറ്റ് ഒക്കെ നോക്കുന്ന ഒരു 30 ഒക്കെ കഴിയുമ്പോഴേ തന്നെ കാർബ് അങ്ങ് കുറയ്ക്കാൻ നോക്കും. കൂടുതലും പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനാണ് ശ്രമിക്കുന്നത്. അതിപ്പോ ആരും അങ്ങനെ അസുഖം വരാൻ ഇഷ്ടപ്പെടുന്നില്ല. റൈസിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉള്ളതുകൊണ്ട് അത് ഒത്തിരി കഴിക്കുമ്പം ബെല്ലി ഫാറ്റ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതെ, ഈ ബെല്ലി ഫാറ്റ് കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. കാരണം നമ്മളുടെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കും ചിലപ്പോൾ രാത്രിയിലും ഈ റൈസ് കൂടുതൽ കഴിക്കുന്നവരാണ്. ഉച്ചയ്ക്ക് നല്ലപോലെ തന്നെ കഴിക്കും, രാത്രിയിലും വലിയ കൺട്രോൾ ഇല്ലാതെ ചിലപ്പോൾ കഴിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ പല ഫങ്ഷൻസിനും റൈസ് ആണ് കൂടുതൽ വരുന്നത്. പക്ഷെ എല്ലാം ബാലൻസ്ഡ് ആയിട്ട്. പക്ഷെ എന്നാലും ചോറ് അധികം ചെല്ലുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടും. ഡയബറ്റിക് പേഷ്യൻസിന്റെ അടുത്ത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് ഉള്ളവർക്ക്, ഒബിസിറ്റി അമിതവണ്ണം ഉള്ളവർക്കൊക്കെ ഒരു അളവ് കൊടുക്കും ഡയറ്റീഷ്യൻ. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കുറെയൊക്കെ നമുക്കും മനസ്സിലാവും തോന്നുന്നു, നമ്മൾ എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് അങ്ങനെ ഓവറായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളും അന്വേഷിക്കും, ആരോടെങ്കിലും അന്വേഷിച്ചു, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ഇത്ര കഴിക്കണം എന്നുള്ളത്. പിന്നെ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലെ 3 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രോട്ടീൻസ് ബോഡിയിലേക്ക് പോകണം. ബനാനാസ്, പൾസസ്, പയറുവർഗ്ഗങ്ങൾ അതിലൂടെയൊക്കെ പോകണം. ആ രീതിയിൽ നമ്മളുടെ ഡയറ്റ് കൊണ്ടുപോകുന്നത് പലപ്പോഴും വലിയ കുഴപ്പമില്ലാത്തൊരു ഡയറ്റ് ചാർട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ മീറ്റൊക്കെ ചിലപ്പോൾ കൂടുതൽ കഴിക്കുന്നതിനേക്കാളും അതൊക്കെ വൺസ് ഇൻ എ വീക്കോ അങ്ങനെയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കറി വെച്ച് കഴിക്കുക, റെഡ് മീറ്റ് ഒഴിവാക്കുക എന്നൊക്കെ എപ്പോഴും എല്ലാവരും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, മാക്സിമം കിട്ടാവുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നതൊന്നും അങ്ങനെ എടുക്കണ്ട. നമുക്ക് റിലേറ്റഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെ ഡെഫിഷ്യൻസി, അത് കുറഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങൾ വരും, മെയിൻലി കുട്ടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ. കുട്ടികളിൽ മെയിൻലി ആ ബ്രെയിനിലെ പ്രശ്നം വളരെ ഇഷ്യൂ ആണ്. കാരണം അവരുടെ പഠന സമയത്ത് മെമ്മറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. പ്രായമായ അവരുടെ കാർബോഹൈഡ്രേറ്റ്സ് കൂടിയാലുള്ള പ്രശ്നം, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഏതെല്ലാം ഫുഡില് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്,
അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് വരുന്നത്. അപ്പോ കുറേ ചാർട്ടായി. ഞാൻ ഒരു ആക്ടിവിറ്റി അതിൽ എഴുതിയില്ലാന്ന് ഇപ്പൊ എനിക്കൊരു ഓർമ്മ വരുന്നു. ഒരു ടേബിള്, ഒരു കമ്പാരിസൺ ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഹെൽത്തി പേഴ്സൺ, ഹെൽത്തിയും അൺഹെൽത്തി ആയിട്ടുള്ള അൺഹെൽത്തി പേഴ്സൺ കമ്പാരിസൺ, അവരുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് കമ്പാരിസൺ. അതും കൂടെ ഞാൻ നെക്സ്റ്റ് ഡേയില് കൊടുക്കുമ്പോ ഇനി ആഡ് ചെയ്ത് അങ്ങ് പോകും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫയൽ കിട്ടി, പിന്നെ ഓരോ ദിവസവും ആക്ടിവിറ്റി അങ്ങ് ആഡ് ചെയ്ത് പോകുമ്പോൾ അവരത് ക്ലാസ് റൂമിൽ ഇട്ടോളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇന്ന് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇനി വേണം. മാം ഇന്നലെ അങ്കണവാടികളില് AG പിള്ളേർക്ക് നടത്തണേന്റെ പറഞ്ഞില്ലേ? ഞാൻ നേരത്തെ അങ്കണവാടിയിൽ വർക്ക് ചെയ്തിരുന്നാണ്. അപ്പൊ എഴുതി വെച്ച ഇത് വായിച്ചാൽ മതിയോ? മലയാളത്തിലാണ്. കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് അറിയില്ല. നമുക്ക് അങ്കണവാടി, കുടുംബശ്രീ, ക്ലബ്, ഓർഗനൈസേഷൻ ഏതെങ്കിലും അങ്ങനെയൊക്കെ പോകും. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അവിടേക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാം. നമുക്ക് അതിനൊരു ചാൻസ് കിട്ടിയാൽ മതിയല്ലോ. 10 to 20 minutes ഒക്കെ മതിയാകും. പിന്നെ അംഗൻവാടി, കുടുംബശ്രീയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റില്ല അല്ലെ? അങ്കണവാടിയിൽ മലയാളത്തിൽ തന്നെയാണല്ലോ പറയുന്നത്. ഇവിടെ അങ്ങനെ പോയപ്പോ പറഞ്ഞത് ഞാൻ ഇന്നിപ്പോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അന്ന് എഴുതിയത്. അമ്മമാർക്ക് എടുക്കുവാണെങ്കിൽ നല്ലതാ, അവർക്ക് അറിയാൻ പറ്റും അപ്പൊ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ഈ ഒരു ഫുഡ് കുട്ടികളുടെ മെനുവിൽ ഇല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാവില്ല. അതിനൊരു ചാൻസ് കിട്ടുമോ ഒന്ന് നോക്ക്. എന്നിട്ടൊന്ന് അത് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. ഓക്കെ, പ്രോട്ടീൻസ് ഞാനിപ്പോ വായിക്കാം. വായിച്ചോളൂ. കൗമാര മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ആദ്യഘട്ടത്തിലെ വളർച്ച നമ്മളിൽ നടക്കുന്നത്. ചെറുപ്പകാലത്താണ് വളർച്ചയുടെ രണ്ടാമത്തെയും ഏറ്റവും അവസാനത്തെയും കാലഘട്ടമാണ് കൗമാരം. കൗമാരപ്രായത്തിൽ ഭക്ഷണത്തിൽ പോഷകമൂല്യം ആവശ്യമാണ്. നമ്മുടെ ആരോഗ്യം ഭക്ഷണശീലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും ഭക്ഷണശീലം അവരുടെ വിശപ്പ്, രുചി, സാമ്പത്തിക ശേഷി, ശീലങ്ങൾ, പ്രാദേശിക കാലാവസ്ഥ എന്നിങ്ങനെ പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ആഹാര സാധനങ്ങൾ ശരിയായ അളവിലും അനുപാതത്തിലും കഴിക്കുന്നതുവഴി ശരിയായ പോഷണം ലഭിക്കുന്നതാണ്. ഈ പ്രായത്തിൽ വളർച്ച ദ്രുതഗതിയിൽ ആയതിനാൽ പോഷകാഹാരം വളരെ അത്യന്താപേക്ഷിതമാണ്. പോഷകാഹാരക്കുറവ് നികത്തുന്നതിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയ സമീകൃത ഭക്ഷണമാണ് ഫിറ്റ്നസിന് അത്യാവശ്യം. ശരിയായ ദഹനത്തിൽ നിന്നും ശോധനയ്ക്കും നാരുകൾ അടങ്ങിയ പയർ, ഇലക്കറികൾ, തൊലി കളയാത്ത കടല, ഈന്തപ്പഴം, തവിട് ഉള്ള കുത്തരി, ഗോതമ്പ് എന്നിവ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഊർജം ലഭിക്കുന്നതിനാൽ ധാന്യങ്ങൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കണം. 45-60% ഊർജം അന്നജത്തിൽ നിന്നും ലഭിക്കുന്നു. കൗമാരക്കാർ അയൺ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. അത്ര എഴുതിയുള്ളൂ മാം. ഓക്കെ, ഇത് ആക്ടിവിറ്റി ആണോ ഇപ്പൊ പറഞ്ഞ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് മാക്സിമം കളക്ട് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അതിനകത്ത് എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, വിച്ച് ഫുഡ് കണ്ടെയ്ൻസ് കാർബോഹൈഡ്രേറ്റ്സ്, then functions of carbohydrates, problems due to carbohydrate deficiency, carbohydrate deficiency കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതും. ഓക്കെ, നിങ്ങളിൽ നിന്ന് രണ്ടുപേരും മ്യൂട്ട് ചെയ്ത ഇഷ്യൂ ആവുമെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ പെയർ ആയിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുവാണ്, ചെയർ ഇട്ടിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുവാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. കമ്പൽസറി ആയിട്ട് ഞാൻ പറയുമല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പൊ ആരാ രണ്ടുപേരും അതിനെ റെഡിയാവും?
ക്ലിയർ ആയോ? ആക്ടിവിറ്റി ക്ലിയർ ആയോ? നമ്മള് ക്ലാസ്സിൽ പെയർ ആവുകയാണ്. ഫുഡ് ഹാബിറ്റിനെ ഏതാ? കുറിച്ചാണ് പറഞ്ഞത്. ഫുഡ് അതെ ഹാബിറ്റ് അതെ, ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. യെസ്, രണ്ടുപേര് തമ്മിൽ ഷെയർ ചെയ്യുവാണ് അവരുടെ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. ആരാ രണ്ടുപേര് പെയർ ചെയ്ത് കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നു? ഫൈവ് മിനിറ്റ്സ് അത്രയും മതി. ഞാൻ ക്ലാസ് റൂം റെഡിയാണ് ആണെങ്കിൽ മാഡം. നമ്മളെല്ലാരും ഒരാള് സ്ഥാപിക്കാൻ റെഡിയാണ്. പേരാരാ? രമ്യ റെഡിയാണോ? ഹാൻഡ് റൈസ് ചെയ്തു, അതുകൊണ്ട് ചോദിച്ചു. യെസ് മാം. അപ്പൊ സ്ഥാപിക്കുകയും രമ്യ കൂടെ ചെയറൊക്കെ ഇട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുവാണ്. അവർ കാഷ്വൽ ടോക്കാണ് അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ്. നമുക്കത് കേൾക്കാം. ഫസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറയാം, കാരണം ഇപ്പൊ ഫേസ് ടു ഫേസ് ഇരിക്കുവല്ലോ, നമ്മൾ അസ്യൂം ചെയ്യുമല്ലേ. ഫസ്റ്റ് സാബിക്ക സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് സാബിക്ക് പ്രോംപ്റ്റ് കൊടുക്കാം രമ്യക്ക്. രമ്യ പറയുന്നോ പ്ലീസ് ടെൽന്നോ അങ്ങനെ എന്തെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പൊ രമ്യ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് രമ്യ പറഞ്ഞോട്ടെ, ഡിസ്റ്റർബൻസ് വരില്ലല്ലോ. ഓക്കെ, അങ്ങനെ പറഞ്ഞാ പോരെ? ഒരു മിനിറ്റ് സാബിക്ക, രമ്യ എന്തോ പറഞ്ഞു. എന്താണ് രമ്യ? മാം ഇംഗ്ലീഷിൽ തന്നെ ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ? ഞങ്ങള് കാണണ്ടേ? നസീമയ്ക്ക് എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ ഫുള്ള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ? ട്രൈ ചെയ്യൂ. പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ മലയാളം കയറി വരിക്കും. പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് ശരിയാവും. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് കഴിയുമ്പോഴേക്കും നമുക്ക് അതൊരു കോൺഫിഡൻറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യാൻ പറയണേ. നമ്മൾ ചെയ്യാതിരിക്കും തോറും നമുക്ക് അത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ എന്റെ ഫുഡ് ഹാബിറ്റ് പറഞ്ഞാ പോരെ മാഡം? യെസ്. ഓക്കെ, ഞാൻ ഐ ആം ഇൻ ഒബിസിറ്റി പേഴ്സൺ. സോ മൈ ഡയറ്റീഷ്യൻ ഈസ് എനിക്കൊരു ഡയറ്റ് ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതില് ബ്രേക്ക്ഫാസ്റ്റിന് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻസ് ആയിരുന്നു. മെയിൻലി പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ആയിരുന്നു. എഗ് വൈറ്റ്, പിന്നെ മിൽക്ക്, ജ്യൂസസ് ഒക്കെയായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലുള്ളത്. അത് ഇപ്പൊ ഫീഡിങ് മെത്തഡാണ്, അതുകൊണ്ട് കുറച്ച് സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത്. ഈ രമ്യയുടെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞോട്ടെ. ഞാനും ജസ്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് പറഞ്ഞു. പ്ലീസ് വീഡിയോ ഓൺ. രമ്യയെ കാണണം. എന്ത് പറ്റി രമ്യ മ്യൂട്ട് ആയി പോയോ? ഓക്കെ ഓക്കെ, ഫൈൻ. സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നുകൊണ്ട് മ്യൂട്ട് ആക്കാം മാം. ഞാൻ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് എത്ര മാക്സിമം കുറയ്ക്കാമോ അത്രമാത്രം കുറച്ചുകൊണ്ട് ഉള്ള ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം രാവിലെ ഞാൻ അരമണിക്കൂർ നടക്കാറുണ്ടെന്നും രാവിലെ അരമണിക്കൂർ വൈകിട്ട് അരമണിക്കൂർ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് രാവിലെ അരമണിക്കൂർ നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, അതായത് നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 3 എഗ് വൈറ്റും ഒരു ഫുൾ എഗ്ഗും നമുക്ക് മസ്റ്റായിട്ട് കഴിക്കാം. ജിമ്മിലൊക്കെ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്യാത്തത് കൊണ്ട് പിന്നെ 3 എഗ് വൈറ്റ് ഒന്നും കഴിക്കാറില്ല. എന്നാലും ഡെയിലി ഒരു എഗ്ഗ് കഴിക്കാറുണ്ട്. പിന്നെ രാവിലെ വളരെ ലൈറ്റായിട്ട് ഒരു 7:30, 8:30ക്ക് മുന്നേ രാവിലത്തെ ഉള്ള ഫുഡ് മസ്റ്റായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ആപ്പിറ്റൈറ്റ് തോന്നുവാണെന്നുണ്ടെങ്കിൽ 10-11 മണിക്ക് മുന്നേ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഫോളോ ചെയ്ത് പോകുന്നത്. വാട്ട് അബൌട്ട് ലഞ്ച്? ലഞ്ചിന് പറയുന്നത് 1 കപ്പ് റൈസ് വിത്ത് സാലഡ്, പിന്നെ എന്തെങ്കിലും സ്പ്രൗട്ട്സ് എന്തെങ്കിലും, പിന്നെ മീറ്റോ ഫിഷോ ചിക്കനോ ഏതാ വെച്ചാൽ അത് 2 പീസസ്,
പിന്നെ സാലഡ്സ് അധികം കൂടുതൽ വേണം എന്നാ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് മാക്സിമം റൈസ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ. ഞാൻ ഫീഡിങ് ആയതുകൊണ്ട് എനിക്കൊരു കപ്പ് കഴിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. അതാണ് ലഞ്ചിനുള്ളത്. പിന്നെ ഒരു ബ്രഞ്ച് ആയിട്ടിന്റെ ഇടയിൽ വേണമെങ്കിൽ നട്ട്സ് കഴിക്കാം. ഒരു 11 മണിയാകുമ്പോ നട്ട്സ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ പോണത്. ഞാനും ലഞ്ചിന് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഇടയ്ക്ക് ഞാൻ ബ്രഞ്ച് യൂസ് ചെയ്യാറില്ല. മാക്സിമം എന്തുവാ നട്ട്സ് ഒക്കെ നട്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഗുഡ് പ്രോട്ടീൻ അല്ലാത്തത് കാണുമല്ലോ. അപ്പം അത് ഡൈജസ്റ്റ് നമ്മളെപ്പോഴും ഈ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴും ഗുഡ് ഫാറ്റ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് തന്നെയാണ്. അത് പക്ഷേ ബേൺ ആയി പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കണം. അപ്പം മീറ്റ് മസ്റ്റ് അല്ലെങ്കിൽ പോലും ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ചിക്കൻ കുറച്ച് കഴിക്കാം. ഇപ്പൊ എല്ലാം ഹോർമോൺ ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ അത്ര മസ്റ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ ഫിഷ് നമ്മൾ മസ്റ്റ് ആയിട്ടും ലഞ്ചിന് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ വെയിറ്റ് ഒന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സ്ഥിരം നമ്മൾ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 4ൽ ഒരു ഭാഗം റൈസ് എടുക്കുക. എന്നിട്ട് ഒരു ഭാഗം മസ്റ്റ്, അതായത് ആ 1/4 ഭാഗത്തിൽ കൂടുതലോളം നമ്മൾ ഇലക്കറി ചീര മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മുരിങ്ങയില അങ്ങനെയുള്ള ഇലകൾ യൂസ് ചെയ്യുക. പിന്നെ 1/4 ഭാഗം സലാഡ് യൂസ് ചെയ്തിട്ട് ഫിഷും കൂടി ഉൾപ്പെടുത്തിയിട്ട് ലഞ്ച് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈവനിങ് സ്നാക്കിന് ഒരു മധുരമില്ലാത്ത ചായ കുടിക്കാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് നട്ട്സ് തന്നെയാണ്. നട്ട്സ് അല്ലെങ്കിൽ 3 ഡേറ്റ്സ് ഒരു ദിവസം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇന്റേത് പോകുന്നത്. നട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ ആയിട്ട് പോണത്. എന്റെ ശരീരം നല്ല വെയിറ്റ് ഉള്ള ആളാണ് ഞാന്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഫീഡിങ് കൂടി ആയതുകൊണ്ട് അതനുസരിച്ച് ഉള്ള പ്രോട്ടീൻസും ഇതും ആഡ് ചെയ്തിട്ടാണ് എന്റെ ഡയറ്റ്, എനിക്കുള്ള ഡയറ്റ് അവർ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. സ്നാക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നേരത്തെ ഞാൻ നന്നായിട്ട് സ്നാക്സ് കഴിക്കുന്ന ആളായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ കോഫി ടീ ഒന്നും എനിക്ക് മസ്റ്റ് അല്ല. ഞാൻ രാവിലെ ആയാലും ഇതൊന്നും പണ്ടേ യൂസ് ചെയ്യാറില്ലാത്തത് കൊണ്ട് എനിക്കതങ്ങനെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും അങ്ങനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ടും പിന്നെ ലൈം ടീ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം സ്നാക്സ് ഒന്നും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും അങ്ങനെ എങ്ങാനും കൊതി തോന്നുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. ഡിന്നർ 1 ചപ്പാത്തി ആൻഡ് സാലഡ്. ഇനി വേറെ പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കഴിക്കാം. നോൺ വെജ് ഒന്നും ഡിന്നറിലില്ല. ഡിന്നറിന് ഞാൻ നല്ല വിശപ്പ് നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തി ഉപയോഗിക്കും. നേരത്തെയൊക്കെ ആണെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഒരു ഓറഞ്ചോ ആപ്പിളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷെ വിശപ്പ് നമുക്ക് നല്ലതായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ നമുക്ക് വിശക്കുന്ന കണക്ക് തോന്നും. മെഡിസിൻ കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു എരിച്ചിലൊക്കെ വയറ്റിൽ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളപ്പം 2 ചപ്പാത്തി കഴിക്കും, സാലഡ് യൂസ് ചെയ്യും, പിന്നെ ഫിഷ് കറിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ചപ്പാത്തി കഴിക്കും. സോ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടിയല്ലേ. സോ ഞാൻ അതിനകത്ത് ഉച്ചയ്ക്ക് ലഞ്ചിന്റെ ഒരു കാര്യം ഫോളോ ചെയ്യാൻ പോകുന്നത്. പ്ലേറ്റിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് പറഞ്ഞില്ലേ, അതെനിക്ക് ഫോളോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യമുണ്ടോ? കാരണം നമുക്ക് കൂടുതൽ ഗുഡ് ഫുഡ് ഹാബിറ്റ്സിന്റെ ഇൻഫർമേഷൻ കിട്ടി. 2 പേരും യെസ്. ആരാ പേരാരാ? പേരില്ലേ? ഞാൻ ചെയ്യാമോ? ഓക്കെ. അപ്പൊ നസീമ ആൻഡ് ഖൈറനിസ പേർ. ഖൈറനിസ സ്റ്റാർട്ട് ചെയ്യും. പ്രോംപ്റ്റ് കൊടുക്കുക നസ്മിക്ക്. നമുക്ക് ഫീൽ ചെയ്യണം നിങ്ങൾ ഇരുന്ന് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുകയാണെന്നുള്ള ഒരു ഫീല് വരണം. ഇവര് നല്ലപോലെ ചെയ്തു. എന്നോടായിട്ട് സംസാരിക്കരുത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ട്. നിങ്ങൾ മിണ്ടായിരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത് ലഞ്ച് എന്താ, സ്നാക്ക് എന്താന്ന്. അത് നിങ്ങൾ തന്നെ സംസാരിക്കുക. ഓക്കെ. സോറി മാം, എന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. വേറെ ഫോൺ എടുത്തിട്ട് ക്യാമറ വർക്കിംഗ് അല്ല നസീമ.
ഓണാക്കുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാവോ? ഞാൻ രാവിലെ മോർണിംഗില് കുറച്ച് വാക്കിങ്ങിന് പോകും. അതിനുശേഷം പിന്നെ വീട്ടിൽ സാധാരണ നില ഡയറ്റീഷ്യനൊന്നും ഇതില്ല, പക്ഷെ എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ സ്വയം പിന്നെ എൻ്റെതായ രീതിയിൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് ചപ്പാത്തിയാണ്, ചപ്പാത്തി 2 എണ്ണം വെച്ച് കഴിക്കും. കൂടുതലായിട്ട് കറികൾ, കടല പരിപ്പ്, അങ്ങനത്തെ കടല പരിപ്പ് അങ്ങനെ എന്തുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ച് അതിൽ കറികൾ അധികമാക്കി കഴിക്കും. ഇങ്ങനെയാണ് മോർണിംഗിൽ എൻ്റെ ഈറ്റിംഗ്. ഇനി പറഞ്ഞോളൂ നസീമ. കാണാതിരിക്കുമ്പോ വിഷമം കേട്ടാ, വീഡിയോ കാണാത്ത നാളെ സോറി, ഇനി അത് വേറെ പുതിയ ഫോൺ എടുത്തിട്ട് വേണം ക്യാമറ. ഞാൻ ഫസ്റ്റ് എണീറ്റ് കഴിഞ്ഞാല് പിന്നെ മോർണിംഗ് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് നട്ട്സ്, ബദാം അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഒരു 4-5 എടുത്തിട്ട് രാവിലെ അത് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുക്കുന്ന എന്താണോ പുട്ടും കടലയും ചപ്പാത്തിയോ അങ്ങനെയാണെങ്കിൽ അത്, നൂൽപുട്ട് എന്താണെങ്കിൽ അതൊരു 2 എണ്ണോ അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ അതിന് ശേഷം ഒരു 10 മണി ചിലപ്പം കഴിക്കും, അല്ലെങ്കിൽ 10 മണിക്ക് എന്തെങ്കിലും ഒരു നട്ട്സ് എന്തെങ്കിലാണ് കഴിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ചെയ്യുന്നത്. ഹലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അധികവും വെള്ളം കുടിച്ചാണ് വയറ് ഫുള്ളാക്കുന്നത്. ഉച്ചാവുന്നത് വരെ വെള്ളം കുടിച്ച് വയറ് ഫുള്ളാക്കും. ഇനി ഉച്ചക്ക് ലഞ്ചിന് ഇപ്പം ജാക്ക് ഫ്രൂട്ടിന്റെ സമയമായത് കൊണ്ട് ഇപ്പം റൈസ് കുറച്ച് ഒരു കപ്പിന്റെ പകുതിയെ റൈസ് എടുക്കും. അല്ലാത്ത സമയത്ത് എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും അതാണ് അധികവും കഴിക്കല്. പിന്നെ റൈസ് കുറച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരുന്നായിരുന്നു 1 മാസം വരെ. നല്ലതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. അന്ന് വെജിറ്റബിൾസ് തന്നെ ഉപയോഗിച്ച് ഇപ്പം ഫീഡിങ് മദർ ആയതുകൊണ്ട് കുറച്ച് റൈസ്, കുറച്ച് പിന്നെ അധികമായിട്ട് വെജിറ്റബിൾസ് ഉപയോഗിച്ചാണ് ലഞ്ച് കഴിക്കുന്നത്. പിന്നെ ഇപ്പം അധികവും ജാക്ക് ഫ്രൂട്ട് തന്നെയാണ് കഴിക്കുന്നത്. അധികവും അത് ഉപ്പേരിയോ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നതാണ്. പിന്നെ സീമ പറഞ്ഞോളൂ. ഞാൻ ഉച്ചക്ക് ലഞ്ച് എന്ന് പറയുന്നത് സ്മാൾ ക്വാണ്ടിറ്റി ആണ് പിന്നെ റൈസ് എടുക്കുന്നത്. കാരണം അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ റൈസ് കുറച്ച്, പിന്നെ പച്ചക്കറികളും അതുപോലെ സാലഡ്, പിന്നെ ഫിഷോ അല്ലെങ്കിൽ മീറ്റ് എന്തെങ്കിലും അത് ചെറുതായിട്ട് അത് എടുക്കും, അല്ലെങ്കിൽ എഗ്ഗ് ഏതെങ്കിലും 1 ഐറ്റംസ് അതിൽ വരും. പിന്നെ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ പഴം എന്തെങ്കിലും ചെറുതായിട്ട് അത് കഴിക്കും. എല്ലാം അളവിന് ക്വാണ്ടിറ്റി കുറച്ചിട്ട് റൈസ് കുറച്ച് എടുക്കുന്നത്, കാർബോഹൈഡ്രേറ്റിന്റെ കൂടുതലായതുകൊണ്ട്. ഇനി അടുത്തത് പറഞ്ഞോളൂ. ഞാൻ വൈകുന്നേരങ്ങളിൽ പഞ്ചസാര തീരെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ തീരെ ഉപയോഗിക്കുന്നില്ല. അതിന് കുറച്ച് ഫ്രൂട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. പിന്നെ നൈറ്റില് പിന്നെ റോബസ്റ്റ് ബനാന 2 പീസ് കഴിക്കും. അതാണ് എൻ്റെ രാത്രിയത്തെ ഭക്ഷണം. പിന്നെ വെള്ളവും കുടിച്ച് കംപ്ലീറ്റ് ആവും. ഇത് ഞാൻ കുറേ ആയി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത്. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ എൻ്റെ വെയിറ്റ് നല്ലോണം ലോസ് ആയി വരുന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്.
നസീമ പറഞ്ഞു. ഞാൻ ഈവനിങ്ങിൽ അധികം അങ്ങനെ ടീയോ അതൊന്നും കുടിക്കാറില്ല. ചിലപ്പോ നമ്മള് വെയിലത്തൊക്കെ വന്നാണ് നാരങ്ങ വെള്ളം കുടിക്കും. പിന്നെ നമ്മള് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും ചിലപ്പോ അടയോ ഇലയുടെ അതോ അല്ലെങ്കിൽ തോറ കൊണ്ടുള്ള അടയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ്. കാരണം ഇപ്പോഴും എല്ലാവരും ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെയാണല്ലോ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്ന് ആ പഴയ നമ്മുടെ അമ്മമാര് തരുന്ന ആ ഒരു തന്നിട്ടുള്ള ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, അത് കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് ചെയ്യാറ്, അല്ലാണ്ട് എണ്ണ പലഹാരങ്ങളോ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ അടുത്ത് പറഞ്ഞോളൂ ഡിന്നർ. രാത്രി ഭക്ഷണം കഴിഞ്ഞല്ലോ. രാത്രിയത്തെ ഭക്ഷണമാണ് ഞാൻ പറഞ്ഞത്, ബനാന. അതെയോ? ഓക്കെ, ബനാന കഴിക്കും. ബനാന ഈവനിങ്ങില് ഉള്ളതേ കഴിഞ്ഞു, പിന്നെ ഒന്നും കഴിക്കുന്നില്ല. 6 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷമാണ് ബനാന കഴിക്കുന്നത്. ബനാന കഴിക്കുന്നത് 8 മണി. ഞാൻ അപ്പൊ കഴിക്കും. നമ്മൾ അത്രയും ഡേറ്റ് ആയിട്ട് നമ്മള് അത്രയും സമയം 6 മണിക്ക് ശേഷം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രയോ മണിക്കൂറുകൾ നമ്മൾ വിശന്നിരിക്കുകയാണ്. അപ്പൊ അതൊന്നും ചെയ്യാറില്ല. ഒരു 7 മണി 7:30. ഇപ്പൊ നമ്മൾ ക്ലാസ് ഉള്ളത് കൊണ്ട് 9 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ നേരത്തെ കഴിക്കും. എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ റൈസ് ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ചപ്പാത്തി ആണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് കഴിക്കും. അത്രേ ഉള്ളൂ മാം, കഴിഞ്ഞു, ഫിനിഷ്ഡ്. നമുക്ക് ഗീതുവിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. മില്ലറ്റ് യൂസ് ചെയ്യൂ, വെയിറ്റ് ലോസ് ഉണ്ടാകും. റാഗി, ചമ, തിന അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ലോസ് ആണെന്ന് പറഞ്ഞ ഗീതുവിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. താങ്ക് യു ഗീതു. അപ്പം 2 ഫീഡിങ് മദേഴ്സിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ കുട്ടികൾ എന്ത് ഏജ് ആണ്? എന്റെ കുട്ടിക്ക് 2 വയസ്സാവാനാവുന്നുള്ളൂ. 2 വയസ്സാവാനായി. ഓക്കെ, സാബികയുടെ? എന്റേത് 2 വയസ്സാവുന്നുള്ളൂ. എനിക്ക് ചെറിയ ബേബി ആണോ എന്നൊരു സംശയം തോന്നി. നിങ്ങൾ ഡയറ്റും ചെയ്യുന്നു, ഫീഡും ചെയ്യുന്നു. ചെറിയ ബേബീസ് ആവുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. അവർക്ക് അത് മാത്രല്ലേ ഉള്ളൂ. 2 വയസ്സ് പറയുമ്പോ വേറെ 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഡയറ്റ് ഒക്കെ നോക്കിയത്. അല്ല, അവർക്ക് വേറെ ഫുഡ് കൊടുക്കുന്നില്ലേ? പോറിഞ്ച് പോലെ എല്ലാം കൊടുക്കുന്നുണ്ട്. ചിയാ സീഡ് യൂസ് ചെയ്യണത് വെയിറ്റ് ലോസിന് നല്ലതാണ്. യെസ്, ഞാൻ ഇടയ്ക്ക് കഴിക്കും. ഡെയിലി ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാ. രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ തലേന്നിട്ടിട്ട് അത് യൂസ് ചെയ്താൽ വെറും വയറ്റിൽ കുടിക്കണം. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത്, പക്ഷെ വിട്ടുപോയി പറഞ്ഞിട്ട്. ശരി, ദാറ്റ്സ് വെരി ഗുഡ്. സീഡ്സില് ചിയാ സീഡ്സ്. ഹലോ, ഞാൻ പറയട്ടെ. നമ്മുടെ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടിയ ഒരു അനുഭവം. കാരണം ഒരു കുട്ടി നല്ലോണം തടിയുണ്ട്, വണ്ണം കൂടുതലായിട്ട് ഒബേസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റായി. ഒരുപാട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ട് രാത്രിയും അങ്ങനെ ആയിട്ട് കുട്ടിക്ക് ഇതിന്റെ പ്രശ്നം വന്നു. ഡയാലിസിസ് വരെ എത്തി. കാരണം ആദ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഭക്ഷണം തീരെ കഴിക്കാണ്ട് വെള്ളം കുടിച്ചിട്ടും അതുപോലെ എപ്പോഴെങ്കിലും കഴിക്കുക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഇന്റേണൽ ബോഡീസിന് പിന്നെ പാർട്സുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഡയറ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഒരുപാട് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളും കൂടെ വരുന്നുണ്ട്. അതാണ്. ചിയാസീഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഞാൻ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കില് ഇത് ആപ്പിൾ സിഡാർ വിനീഗർ കഴിക്കുന്നുണ്ട്. ഡൈലൂട്ട് ചെയ്തിട്ടാണ് ലൂക്ക് വാം വാട്ടറിൽ. പക്ഷെ കഴിക്കുമ്പോൾ ഞാൻ സ്റ്റീലിന്റെ ഒരു എന്താ പറയുക പേര് കിട്ടുന്നില്ല, അങ്ങനെ ചെയ്യല്ല ചെയ്യുന്നത്. അതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. മാം, ആപ്പിൾ സിഡാർ വിനെഗർ കുടിക്കുമ്പോ അത് വിത്ത് മധുരം ഉള്ളതാണ് കുടിക്കേണ്ടതെന്ന് പറയുന്നു.
ഐസ് വിത്ത് മദർ ഉള്ളത് നല്ലപോലെ അതിലിങ്ങനെ അടിഞ്ഞു കിടക്കുക, സെഡിമെന്റ് ചെയ്ത് കിടക്കുകയാണ്. അതിന് എഫക്റ്റീവ്നെസ് ഉള്ളൂ എന്ന് പറയും. പിന്നെ ചിയ സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ വയറ്റില് ചെന്ന് കഴിഞ്ഞാല് അത് വെള്ളത്തിന് നല്ല അബ്സോർബ് ചെയ്യണതാണ്. അപ്പൊ നമ്മൾ ചിയ സീഡ്സ് വെള്ളം കുടിച്ചു കഴിഞ്ഞാല് കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുന്നു. പിന്നെ ഇത് കഴിച്ചു കഴിയുമ്പോൾ ചിയ സീഡ്സിന്റെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളിലങ്ങ് ഫുള്ളായി സ്tomach നമുക്ക് ഫുള്ളായതുപോലെ തോന്നും. വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കുകയില്ല. ഇതിൽ നിന്നും കുറെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ചിയ സീഡ്സിന്റെ പറയുന്നത്. വിശപ്പുണ്ടാവില്ല ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാല്. ഞാനൊരു 57 kg ആയിരുന്നു, എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പൊ ഞാൻ അത് കൺസിസ്റ്റന്റ് ആയിരുന്നു 57 kg എന്നുള്ളത്. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് 63 ആയത്. ഞാൻ തന്നെ കാരണം വർഷങ്ങളായിട്ട് 57 തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 63 ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും എന്റെ വെയിറ്റ് കുറയുന്നില്ല. പിന്നീടാണ് കഴിഞ്ഞ ദിവസമാണ് ഐഡന്റിഫൈ ചെയ്തത് തൈറോയ്ഡ് ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ ഞാനിപ്പം കുറച്ചൊന്ന് ഫുഡ് കൺട്രോളും എക്സസൈസും ആയപ്പോഴേക്കും 61 ആയിട്ടുണ്ട് ഒരു 1 month കൊണ്ട്. ഭയങ്കര പ്രശ്നമാണ് തൈറോയ്ഡ് ഇഷ്യൂ വരുമ്പോഴേ. 45+ ഒക്കെ ആവുമ്പം അങ്ങനെ സ്ത്രീകളിൽ പൊതുവെ വരും എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ കുറെ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ലായിരുന്നു. തന്നെ മാം എനിക്കും ഇത് തന്നെയാ. അതുപോലെ പെട്ടെന്ന് വണ്ണം കൂടാൻ തുടങ്ങി. 57 ഉണ്ടായിരുന്നു 62 ആയി. പക്ഷെ നമ്മള് ഫുഡൊക്കെ നോർമലാണ് കഴിക്കുന്നത്. ചെക്ക് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് കുറഞ്ഞിരിക്കുക, ഹൈപ്പോ തൈറോയ്ഡ് ആണ് കുറവെന്ന് പറഞ്ഞത്. അപ്പൊ ഒരു വെയിറ്റ് ചെയ്ത്. തൈറോയിഡിന്റെ സിംറ്റംസ് എന്താ വരുന്നത്? തൈറോയിഡ് ആയിട്ട് എന്താ വരുന്നുണ്ടായിരുന്നത്? മുടി കൊഴിയും നല്ലോണം. 2 ടൈപ്പ് തൈറോയ്ഡ് ഇല്ലേ മാം? ഹൈപ്പോയും ഹൈപ്പറും. ചിലര് മെലിഞ്ഞ് പോകും, തടി കുറഞ്ഞ് ചിലര് വെയിറ്റ് കൂടും. പിന്നെ എന്താന്ന് വെച്ചാല് സൗണ്ട് ക്ലിയർ ആവില്ല, തൊണ്ടയ്ക്ക് ഇഷ്യൂസ് വരും. എനിക്ക് കഴിഞ്ഞ കുറെ ദിവസം അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ക്ലാസ് എടുത്തിട്ടാന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഐഡന്റിഫൈ. പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. തൈറോയ്ഡ് കുറഞ്ഞവർക്ക് മറ്റേ കാൽസ്യത്തിന്റെ മീൻ, കൊഴുവ, ചെറിയ മീനുകളൊക്കെ കഴിച്ചാൽ മതി. പിന്നെ ഡിപ്രഷൻ, അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് തൈറോയിഡിന്റെ. പ്രശ്നമായിട്ട് വരും. യോഗ ചെയ്താൽ നല്ല എഫക്റ്റീവ് ആണെന്ന് പലരും പറയുന്നു. അത് നമ്മളുടെ ഈ ഭാഗം സ്ട്രെച്ച് ആവുന്ന രീതിയിലുള്ള യോഗയുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുള്ള യോഗയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു എഫക്റ്റീവ്നെസ് ആണ്. ഇതൊരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. ആ ബട്ടർഫ്ലൈ ഞാൻ ചെയ്യാറുണ്ട് മാഡം, യോഗയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു മാറ്റം വന്നിട്ടില്ല. ഡയബറ്റിക് പോലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കാരണം നമ്മളുടെ ബോഡിയിൽ ഒരു ഹോർമോണിന്റെ പണി തടസ്സമാകുമ്പോഴാണല്ലോ ഡയബറ്റിക്കും തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ടാവുന്നേ. അപ്പൊ ആ ഹോർമോൺ ലെവലാകാൻ നമ്മൾ മെഡിസിൻ എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. മെഡിസിൻ മുടങ്ങാൻ കഴിക്കും. അതെ, നമ്മൾ ഈ എന്തെങ്കിലും എൻഗേജ്ഡ് ആയാൽ തന്നെ നമ്മുടെ ഈ മൂഡ് സ്വിംഗ് ഒക്കെ കുറെയൊക്കെ മാറും. എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. പിന്നെ പലതിലും അങ്ങ് ബിസി ആവുമ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കയ്യിൽ ഭയങ്കര സെല്ലിങ് വന്ന് മരവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടറെ കാണിച്ചു തുടങ്ങി. വേദന ക്ഷീണമൊക്കെ തോന്നും, നോക്കി കടിക്കുമ്പോൾ പകലൊക്കെ ഇങ്ങനെ ഇരുന്നുറങ്ങിപ്പോവും. അങ്ങനത്തെ പ്രശ്നമൊക്കെ അതെ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ഷെയർ ചെയ്തു. ഇത് നമുക്ക് വീട്ടിലിരുന്ന് ആരോടെങ്കിലും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം, പെയർ ആയിട്ടിരുന്ന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു പെയർ ആക്ടിവിറ്റി, എല്ലാവരും ഈ ഒരു പെയർ ആക്ടിവിറ്റി ആരെങ്കിലും ആയിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിൽ എല്ലാവരെയും കൊണ്ട് പറ്റില്ല, അങ്ങനെ 2 പേരുടെ കഴിഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടീൻസ് ആണ്. നമ്മളുടെ ബോഡിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റിനും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻസ്. അത് മാത്രമല്ല, ബോഡിക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുവാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന, നമ്മുടെ സെൽസിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുവാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നവരാണ് ഈ പ്രോട്ടീൻസ്. ശരിക്കും ആ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവരെ പോലെ അത് റിപ്പയർ ചെയ്യുന്നവരാണ് പ്രോട്ടീൻസ്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും സെല്ല് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻസ് ആണ്. സോ
ബോഡി റിപ്പയർ ചെയ്യാനുള്ള ആൾക്കാരാണ് പ്രോട്ടീൻസ്. ബോഡിയുടെ ഏതെങ്കിലും പാർട്സിലെ സെൽസിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് മാത്രമല്ല കുട്ടികൾക്കും, വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് എവ്രി വൺ ഗെറ്റ് ഇനഫ് പ്രോട്ടീൻ ഇൻ യുവർ ഡയറ്റ്. ഇപ്പൊ അവർ പറഞ്ഞ പ്രിപ്പയർ ആയിട്ട് ചെയ്ത ഫുഡ് ആക്ടിവിറ്റീസിൽ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡാണ് ഇവർ 4 പേരും പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രോട്ടീൻസ് കൂട്ടുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ബോഡിയുടെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ സെൽസിന് അത് പെട്ടെന്ന് തന്നെ റിട്ടേൺ ആവും. ദിവസവും നമ്മുടെ ഫുഡിന് പ്രോട്ടീൻസ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് പണ്ട് സ്കൂളുകളിൽ ദിവസവും കഞ്ഞിയും പയറും ആയിരുന്നില്ലേ. അപ്പൊ അതായിരുന്നു ആ നൂൺ മീൽസിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മളുടെ വെയിറ്റ്, നമ്മുടെ ജെൻഡർ, ഏജ്, ഹെൽത്ത് ഒക്കെ വെച്ചിട്ട് എത്ര പ്രോട്ടീൻ ഒരാൾക്ക്, അതാണ് ഡയറ്റീഷ്യൻ കറക്റ്റ് ഓരോരുത്തർക്കും ഒരേ ഇഷ്യൂ ആയിട്ട് ചെല്ലുന്നവർക്ക് തന്നെ ഡിഫറെന്റ് ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഡയറ്റീഷ്യൻ കൊടുക്കുന്നത്. കാരണം അവരുടെ ഏജ്, ജെൻഡർ, അവരുടെ ഹെൽത്ത് അതൊക്കെ വെച്ചിട്ടാണ് പ്രോട്ടീൻ എത്ര വേണമെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ എപ്പോഴും ഫസ്റ്റ് ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ്, നമ്മളുടെ ഡൈജഷൻ അങ്ങനെ റിലേറ്റഡ് എന്തായിട്ട് ചെല്ലുമ്പോഴും ഡോക്ടർ ഫസ്റ്റ് പറയുന്നത് ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ. അതാണ് എപ്പോഴും ഡോക്ടേഴ്സിന്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ. എഗ്സ്, ആൽമണ്ട്, ചിക്കൻ, ഓട്സ്, ഫിഷ്, സീ ഫുഡ്, സോയാബീൻ, പൾസസ്, ചീസ്, അങ്ങനെ പലതിലും നിറയെ പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെന്താ ബോഡി ബിൽഡിംഗ്. പിന്നെ പല 4 ടൈപ്സ് ആയിട്ട് പ്രോട്ടീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആൻഡ് ക്വാട്ടേർണറി, അങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പ്രോട്ടീൻസ് കണ്ടെയ്ൻ ഫുഡ് വേണം. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെ ഇമ്പോർട്ടന്റ്, പ്രോട്ടീന്റെ ഫങ്ഷൻസ് എന്താണ്, നമ്മുടെ ബോഡിയുടെ സെൽസ് റിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എവറി ഡേ പ്രോട്ടീൻ ഇൻടേക്ക് നിർബന്ധമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ കാർബോ നമ്മൾ കുറച്ച് ഒരു നേരം കഴിച്ചില്ലെങ്കിലും പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് കുട്ടികൾക്കൊക്കെ തുടക്കത്തില് അമ്മയുടെ പാല്, പിന്നെ ഡയറി പ്രോഡക്ട്സ് അങ്ങനെ ഓരോന്നും കൊടുത്തു തുടങ്ങുന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ ഫുഡില് എപ്പോഴും ഡയറി പ്രോഡക്ട്സ് എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഘീ ആയിട്ടോ ബട്ടർ ആയിട്ടോ ഒക്കെ നമ്മളുടെ ഡയറ്റിൽ പലപ്പോഴും ഡയറി പ്രോഡക്ട്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ കേർഡ്, അങ്ങനെ യോഗേർട്ട്, അങ്ങനെയെല്ലാം ഡയറി പ്രോഡക്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു. പിന്നെ എഗ് കഴിക്കാത്ത ആളുകളാണെങ്കിൽ പൾസസ് നല്ലപോലെ ഇൻടേക്ക് ചെയ്യണം. ഇനിയിപ്പോ സീഡ്സ്, പല രീതിയിലുള്ള സീഡ്സ്, ഇപ്പൊ നമ്മൾ പലതും പറഞ്ഞു, അങ്ങനെ പല രീതിയിലുള്ള സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടീനിനെ കുറിച്ചും പറയാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു സെഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും നമ്മൾ പറഞ്ഞതുവരെ നമുക്ക് സെഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിനറൽസും വൈറ്റമിൻസും എടുക്കാം. നമുക്ക് ജസ്റ്റ് ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് അതൊന്ന് ജസ്റ്റ് നോക്കാം. കാരണം അതൊന്ന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 3 കാറ്റഗറിയിലും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് കഴിയുമ്പോഴാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്, ലൈക്ക് ആ 3 കാറ്റഗറീസും കഴിയുമ്പോൾ നമുക്ക് ബാലൻസ്ഡ്, നമ്മൾക്ക് തന്നെ എന്തെല്ലാം ഫുഡ് ഇൻടേക്ക് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് കാണാലോ, സ്ക്രീനിൽ ഷെയർ ചെയ്തേക്കണേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. വായിച്ചു, 3 കാറ്റഗറി എന്താണെന്ന് വായിച്ചോളൂ. റിജു ഒന്ന് താഴേക്ക് എടുക്കണേ. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ്.
അപ്പം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എനർജി സപ്ലൈസ് മീൻസ് ദ ഫുഡ് ദാറ്റ് ഗീവ് us എനർജി അല്ലെ, നമുക്ക് എനർജി തരുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ബോഡി ബിൽഡേഴ്സ് അവിടെയൊക്കെ ജിം അതിലൊക്കെ പോകുന്നവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോഡി ബിൽഡ് അതിനുള്ളതായിരിക്കും. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുട്ടയുടെ വെള്ള 3, 5, 7 എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന അതുപോലെ ഒരു വർക്കൗട്ടും ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫുഡ്. പ്രൊട്ടക്റ്റീവ് ഫുഡ് ലൈക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസീസസ് അതിന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എനർജി സപ്ലൈസ് നിങ്ങൾ വായിച്ചിട്ട് ഒരു മെഡിറ്റേഷൻ പോലെ അത് മനസ്സിലൊന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. 2 minutes എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞു. യെസ് മാം. ഓക്കെ, അത് വായിച്ചത് നമ്മൾ ഫുഡ് ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് എന്നൊക്കെ പറഞ്ഞു. ഈ ഫസ്റ്റ് എനർജി സപ്ലൈസ് വായിച്ചപ്പോൾ നമ്മുടെ ഫുഡ് ഫാക്ടേഴ്സിലെ ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ഫുഡിലുള്ളത്? കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, സോ സർട്ടൻ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിരുന്നതില് എന്താ പറയാ, പൾസസ്, വീറ്റ്. വീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, വെജിറ്റബിൾ. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ ആർ ഈ എനർജി സപ്ലൈ ചെയ്യുന്ന ആ കാറ്റഗറിയിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും. ഇതിന്റെ കൂടെ ഫാറ്റും കൂടെ ഉണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഫാറ്റ് ആക്ച്വലി ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്കിവിടെ ഘീ, ബട്ടർ അതൊക്കെ വരുമ്പോൾ ഫാറ്റ് അത് വരുന്നു. നമ്മുടെ ബോഡിയെ ആക്റ്റീവ് ആക്കുന്നത് ഈ എനർജി സപ്ലൈസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ബോഡി ബിൽഡേഴ്സ് ഒന്ന് വായിച്ചോളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും, ജസ്റ്റ് ഒന്ന് ഇൻട്രോ മാത്രം.
ഓക്കെ, കഴിഞ്ഞു. അവിടെ ഫാറ്റ് പ്രോഡക്ട്സ് ആണ് കേട്ടോ, ഫാക്ട് അല്ല, FACT അല്ല, FAT ആണ്, ഫാറ്റ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, നമുക്കപ്പോ ബോഡി ബിൽഡേഴ്സ് എഗ്ഗില് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അതാണ് ഈ ജിമ്മിലൊക്കെ പോകുന്നവര് മുട്ട കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. മസിൽ ബിൽഡിങ്ങും അതിന്റെ റിക്കവറി, മസിലിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ആകാനും എഗ് പ്രോട്ടീൻ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ചിക്കൻ ബ്രസ്റ്റും ചിലപ്പോൾ ഈ ഡയറ്റ് ചാർട്ടിലെ ഡയറ്റീഷ്യൻ ഉൾപ്പെടുത്താറില്ലേ, എഗ് വൈറ്റ് ചിക്കൻ ബ്രസ്റ്റ്. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല പോലെ പ്രോട്ടീൻ കണ്ടന്റ്, അതായത് ഇപ്പം ചിക്കന്റെ ബോഡിയുടെ പാർട്സിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള പോർഷൻ എന്നാണ് പറയുന്നത് ചിക്കൻ ബ്രസ്റ്റ് എന്നുള്ള ഭാഗം. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ടൂണ ഫിഷ് ഇല്ലേ, നമ്മള് ചൂരമീൻ എന്ന് മലയാളത്തിൽ പറയില്ലേ, ടൂണ ഫിഷ്, അതില് പിന്നെ സോയാബീൻസ്, ചീസ്, അങ്ങനെയുള്ളതിലൊക്കെ ഈ പറയുന്ന ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്ഫുൾ ആണ് അതെല്ലാം. ഇപ്പൊ ഒരു ജിംനേഷ്യത്തിൽ ചെല്ലുമ്പോൾ അവരൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കും. അപ്പൊ അതിനകത്ത് മോസ്റ്റ് പ്രോബ്ലി എഗ് വൈറ്റ്, ചിക്കൻ ബ്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണും. നമ്മുടെ മസിൽസ് അതിന്റെ എല്ലാം റിപ്പയറിങ്ങിനും അതെല്ലാം സ്ട്രോങ് ആക്കാനുള്ള ബോഡി ബിൽഡേഴ്സ് ബോഡി ബിൽഡിംഗ് ഫുഡ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്, അതും കൂടി ഒന്ന് വേഗം വായിച്ചോളൂ, അപ്പൊ അത് കഴിഞ്ഞ് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈറ്റമിൻസ് അല്ലെ, വൈറ്റമിൻ റിച്ച് ഫുഡ്സ് കഴിക്കണം. മിനറൽസും വൈറ്റമിൻ റിച്ച് ഫുഡ്സ് ആണ് കഴിക്കേണ്ടത്. നമ്മളെ ഹെൽത്തി ആക്കി വെക്കും, ഡിസീസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ടൊമാറ്റോസ്, പപ്പായ, ക്യാരറ്റ്, സ്പിനാച്ച്, ചീര, അതുപോലുള്ളത് അതർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഡിസീസിൽ. ഒരു പ്രിവെൻഷൻ ആണ്, പ്രിവെൻഷൻ ആയിട്ട് നിൽക്കും. നമ്മളെ സേഫ് ഗാർഡ്, നമ്മളെ ഗാർഡ് ചെയ്യുന്നത് ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. ഡിസീസിൽ നിന്നല്ല നമ്മളെ ഗാർഡ് ചെയ്ത് നമ്മുടെ ഒരു ഗാർഡായിട്ട് നിൽക്കുന്നതാണ് ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഓക്കെ, അപ്പൊ ഈ 3 കാറ്റഗറിയെ കുറിച്ച് നിങ്ങൾക്ക് മാക്സിമം കളക്ട് ചെയ്യാവുന്ന കളക്ട് ചെയ്യൂ. നാളെ നമ്മളത് ഇന്ററാക്റ്റീവ് സെഷൻ പോലെ വെക്കും. വേണമെങ്കിൽ ഇതുപോലുള്ള 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ. ഞാനത് വേണമെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് പെയർ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചുള്ള അതും ഞാൻ ആക്ടിവിറ്റി ഞാൻ നോട്ട് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫൈൻ, വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോ? എനിത്തിങ് എൽസ്? നോട്ട്സ് എഴുതേണ്ടത് ഈ തന്നിരിക്കുന്നതാണോ നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതേണ്ടത്? നിങ്ങൾക്ക് ഓൾറെഡി ഈ PDF ഉണ്ട്. ആരോ നമ്മളുടെ ക്ലാസ്സിൽ പറഞ്ഞു, എനിക്ക് പേര് ഞാൻ മറന്നുപോയി. ഈ PDF അങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലർ ചിലപ്പോൾ പ്രിന്റ് എടുത്തിട്ടുണ്ടാകാം, എനിക്കറിയില്ല. അപ്പോൾ എഴുതുമ്പോൾ ഈ ഡീറ്റെയിൽസും കൂടെ ചേർത്ത് നമ്മുടെ എക്സ്ട്രാ നോട്ട്സ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് നല്ലൊരു നോട്ടായിട്ട്, നല്ലൊരു ഫ്യൂച്ചർ റെഫറൻസിന് നല്ലൊരു നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് കുറെ ബുക്കുകൾ റെഫർ ചെയ്യുന്നതിനേക്കാളും ഇതിങ്ങനെ നമ്മൾ ദിവസം തന്നെ അതങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ തന്നെ ആക്ടിവിറ്റിയുടെ ലിസ്റ്റ് കണ്ടപ്പോൾ കുറെ ഉള്ളത് പോലെ തോന്നിയില്ലേ? മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളെല്ലാം അത് ഇങ്ങനെ ചെയ്ത് തീർന്നു കാണും. പക്ഷെ എന്നാലും ലേറ്റ് ആയിട്ട് ജോയിൻ ആയവർക്കൊക്കെ അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക.
മാം ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ മാം? ഇല്ലല്ലോ. എന്നാ ഞാൻ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതല്ലാണ്ട് ഞാൻ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും അതുവരെയുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു വീക്കിനുള്ളിൽ തീരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ മിസ്സേ, മറ്റേ ഫോട്ടോസ് കളക്ട് ചെയ്ത് ഒട്ടിക്കാൻ പറഞ്ഞത് ഇങ്ങനെ ബുക്കിനകത്ത് ഒട്ടിച്ചാലും മതിയോ, ചാർട്ടിലല്ലാതെ? ബുക്കിൽ ഒട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ബുക്ക് ഓക്കെ ആയിരിക്കും. ചെറിയ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. ചാർട്ടാണെങ്കിൽ ചെറിയ ഇത് നമ്മൾ ചെല്ലുന്നത് ഒരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബുക്ക് കൊണ്ടുപോയി നമ്മൾ ക്ലാസ് എടുക്കുന്നതേ ബുക്ക് കൊണ്ടുപോയി അവരുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാം. പക്ഷെ ഒരു ചാർട്ട് ആവുമ്പോൾ കുറച്ചുകൂടെ അത് വലുതായിരിക്കും. നമുക്ക് ഹാങ് ചെയ്തിടാം, നമുക്ക് കൈ പിടിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി കൺവീനിയൻസ് ഉണ്ട്. ആകെ ഒരു ബുദ്ധിമുട്ട് അത് സൂക്ഷിക്കുക എന്നുള്ളതാ. ചുരുട്ടി വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടണം. വീട്ടിൽ തന്നെയാണെങ്കിലും കുട്ടികൾ അതെടുത്ത് കീറൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. ബുക്കാകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഏതാ കൺവീനിയന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തു. ബുക്സ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എഫേർട്ട് കൂടും. ബുക്കിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത്. നന്നായിട്ടുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. അത് നല്ലപോലെ കീപ്പ് ചെയ്യണം. പിന്നെ കുട്ടികളെ നമുക്ക് ഒറ്റ വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല. കുറച്ച് കുറച്ച് പേരെ ഒരു ബെഞ്ചിലുള്ളവരെ കാണിച്ച് അങ്ങനെ അങ്ങനെ പോവാം. നമുക്ക് ഇച്ചിരി എഫേർട്ട് കൂടും, അത്രേ ഉള്ളൂ. ചാർട്ടാവുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാം. ചാർട്ടാകുമ്പം പെട്ടെന്ന് കീറി എങ്ങാനും പോയി കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാ ഇതിനകത്തങ്ങ് ചെയ്യും. ചാർട്ട് നമ്മളിപ്പോ ടീച്ചറായിട്ടൊക്കെ പോകുമ്പോ ക്ലാസ് റൂമിൽ നമ്മൾ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ടൈം കിട്ടുമ്പോ ഓടിച്ചെന്ന് അത് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഇപ്പൊ ബുക്ക് നമ്മളുടെ കയ്യിൽ പേഴ്സണലി ശരി. പക്ഷെ അത് നന്നായിട്ടുണ്ട് ചെയ്തേക്കുന്നത്, നല്ല നീറ്റ് ആയിട്ട്. ഇത്ര ഇതുവരെ എടുത്ത യൂണിറ്റ് 1ഉം 2ലെ ആക്ടിവിറ്റീസ് ഫുള്ളും നമ്മൾ ഇട്ടിട്ടുണ്ടോ? നമ്മുടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആകെ ഒരെണ്ണമാണ് വിട്ടുപോയത്. അത് ഇന്ന് ഞാൻ ആഡ് ചെയ്ത് വെക്കും. അതായത് കമ്പാരിസൺ ബിറ്റ്വീൻ ഹെൽത്തി പേഴ്സൺ ആൻഡ് അൺഹെൽത്തി ഇൽ പേഴ്സൺ. ആ ഒരു രീതിയിൽ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ടായിരുന്നു. അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്തൊരു ടേബിൾ ആയിട്ട് എഴുതാം. ലാസ്റ്റ് പറഞ്ഞ ആക്ടിവിറ്റി ഇല്ലേ, വിസിറ്റ് കുടുംബശ്രീ, അംഗൻവാടി, ലോക്കൽ ക്ലബ്സ്, അത് കമ്പൽസറി ആണോ മാം? സൺഡേ ആണ് ടൈം ഫ്രീ കിട്ടണത്. ആ ടൈമില് കമ്പൽസറി ഒന്നുമില്ല. അങ്ങനെ പറ്റുവാണെങ്കിൽ ചെയ്തോളൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന് റിലേറ്റഡ് ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. മതിയില്ലേ? ഏതാ അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിസ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് നമ്മൾ വെച്ചാൽ മതിയില്ലേ? ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ഒരു ഇൻട്രോ സെഷൻ എടുത്തിട്ട് ലാസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ റിലേറ്റിംഗ് വിത്ത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഞാൻ ഇട്ടിട്ടുണ്ട്. തീം സോങ് എന്താന്ന് അഞ്ചു ചോദിക്കുന്നു. തീം സോങ് ഒന്നുമില്ല അഞ്ചു. നമ്മളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ